ക്രീമും ആ കേക്കും ആയിട്ട് സെറ്റായിട്ട് നമുക്കെടുത്ത് കഴിക്കണം. അപ്പോഴേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. നല്ല അടിപൊളിയായിട്ട് സ്പോഞ്ചി കേക്ക് തന്നെയാണ്. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ ഗ്ലാസ് കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം സിമ്പിളായിട്ടാണ് ഗ്ലാസ് കേക്ക് തയ്യാറാക്കി വെച്ചേക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഗ്ലാസ് കേക്ക് ഉണ്ടാക്കിയാൽ ഇതേലും ഓരോ ഗ്ലാസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എത്തത്തുള്ളൂ. അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അയയ്ക്കുക. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഗ്ലാസ് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. അതിൽ തന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കുന്നത്. അപ്പം 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. പൊടിക്കാതെ തന്നെ നമ്മൾ നേരിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുത്തു 3 സ്പൂണ്, അല്പം ഉപ്പ്, ബേക്കിംഗ് സോഡ, സോഡ പൗഡർ അത്രയും കൂടി നമുക്കിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരടപ്പ് വാനില എസൻസ് ഒഴിച്ചിട്ട് ഞാൻ അല്പം പാലിൽ വിനാഗിരി ഒഴിച്ച് വെച്ചതായിരുന്നു, അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മളിത് പാനിലാണ് തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ പാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട്. അപ്പം നമുക്ക് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാം, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമ്മൾ മിക്സിയിൽ അടിച്ച ആ ക്രീം നമ്മൾ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്യാം. ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറട്ടെ. അതിനുശേഷം ഞാൻ നന്നായിട്ട് ദോശക്കല്ല് ചൂടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് തീ കുറച്ച് വെക്കാം. 12 മിനിറ്റ് കൊണ്ട് കറക്റ്റായിട്ട് ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ നമ്മുടെ പാൻ കേക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഗ്ലാസിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പം ഗ്ലാസിൻ്റെ ഷേപ്പിൽ കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 ഗ്ലാസ് എടുത്തു. അതിലേക്ക് ഞാൻ അല്പം സ്ട്രോബെറി ജെൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ സിറപ്പ് നമ്മൾ നന്നായിട്ട് അതിൻ്റെ ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 2 ഗ്ലാസ്സിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ക്രീം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കേക്ക് കഴിക്കണമെന്ന് പെട്ടെന്നൊരു ഇത് വരുമ്പോൾ നമുക്കിങ്ങനെ തയ്യാറാക്കുമ്പോൾ ഒരുപാട് സമയം വേണ്ട പാൻ കേക്ക് തയ്യാറാക്കാൻ. ആ കേക്ക് പിന്നെ നമുക്ക് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അപ്പം നമുക്ക് ഓരോന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്തത് കുറച്ച് ക്രീമും കൂടി അതിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമ്മൾ ലെയറായിട്ട് കറക്റ്റ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ കേക്കിൻ്റെ ടേസ്റ്റ് നല്ല ആയിട്ട് കിട്ടും. അപ്പം നമുക്കിതിങ്ങനെ സ്പൂൺ വെച്ച് കട്ട് ചെയ്ത് കഴിക്കാനും നല്ലതാണ്. അപ്പം നമുക്ക് അടുത്ത ലെയറും വെച്ച് കൊടുത്തു. ക്രീം ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് സമയം മാത്രം മതി ഈ കേക്ക് തയ്യാറാക്കാൻ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കുട്ടികളൊക്കെ വീട്ടിൽ ഇരിക്കില്ല, അപ്പം നമുക്ക് വെറൈറ്റി ഒക്കെ തയ്യാറാക്കി കൊടുക്കാം. അപ്പം നമുക്ക് അടുത്തത് കൂടി വെക്കണം. അപ്പോൾ ക്രീമൊക്കെ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ആയതുകൊണ്ട് അല്പം കൂടുതൽ ക്രീം വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം, അവർക്കൊക്കെ ഇഷ്ടമാണല്ലോ. ഇനി അടുത്തതും കൂടി നമുക്ക് ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മണ്ടയിലും കുറച്ച് ക്രീം വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് അല്പം സിറപ്പും കൂടി അതിൻ്റെ മണ്ടയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഒരെണ്ണം നമുക്ക് സെറ്റായിട്ടുണ്ട്. അടുത്തതിൽ ഞാൻ ഒരു കോഫിയുടെ ഫ്ലേവറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്.
കോഫിയുടെ ക്രീമും കൂടി ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്ത് അതും സെറ്റാക്കിയിട്ടുണ്ട്. കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം. ക്രീമും കേക്കും ആയിട്ട് സെറ്റായിട്ട് നമുക്കെടുത്ത് കഴിക്കണം. അപ്പോഴേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. നല്ല അടിപൊളിയായിട്ട് സ്പോഞ്ചി കേക്ക് തന്നെയാണ്. നല്ല ക്രീമും കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് അവിടെ എല്ലാവരും ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം കൊടുത്തോട്ടെ. അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇതൊരു വെറൈറ്റി കേക്ക് തന്നെയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം ഇത് ഫുള്ളൊന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതുപോലെ കേക്ക് നിങ്ങളും തയ്യാറാക്കി നോക്കുക. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.